പൂഞ്ചിലെ ഷെല്ലാക്രമണത്തിൽ പരുക്കേറ്റ സൈനികന് വീരമൃത്യു. ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. അതേസമയം പാക് പ്രകോപനത്തിനെതിരെ തിരിച്ചടിക്കാൻ പൂർണ്ണ അനുമതി നൽകി കരസേനാ മേധാവി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, ഏറ്റവും ദുഃഖകരമായൊരു വാർത്തയാണ് വരുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള വാർത്തയാണ് പൂഞ്ചിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ള സൈനികനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വീരമൃത്യു മരിച്ചിരിക്കുന്നത്. അതിർത്തി മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഈ ഷെല്ലാക്രമണത്തിൽ 2 CRPF ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ള വിവരം നേരത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ പരിക്കേറ്റിട്ടുള്ള ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് ഇപ്പോൾ വീരമൃത്യു മരിച്ചിരിക്കുന്നത്. നേരത്തെ ഇയാൾ ഗുരുതരമായിട്ടുള്ള ഈ ഷെല്ലാക്രമണത്തിൽ അപകടം പറ്റിയിട്ട് ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഈ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം കരസേന സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ കരസേന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മേഖലയിൽ കനത്ത ജാഗ്രതയും തുടരുകയാണ്. അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രത തുടരുന്ന സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കരസേനാ മേധാവികളും നാവികസേന, വ്യോമസേന മേധാവികളും ഈ പൂഞ്ചിലെയും അതോടൊപ്പം മറ്റു മേഖലകളിലും അതിർത്തി മേഖലകളിലെയും ഈ ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയും വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ സിന്ദൂർ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായാണ് പാകിസ്ഥാന്റെ ഭാഗത്തും ഒരു ഷെല്ലാക്രമണം ഉണ്ടായത്. നേരത്തെ 15 സാധാരണക്കാരായിട്ടുള്ള പ്രദേശവാസികൾ ഈ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 43 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ള CRPF ഉദ്യോഗസ്ഥൻ വീരമൃത്യു മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അതിർത്തി മേഖലകളിൽ കനത്ത സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കരസേനാ മേധാവിയുടെ അടക്കം നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ പാക് പ്രകോപനങ്ങൾ തുടരുകയാണെങ്കിൽ കർശനമായിട്ടുള്ള തിരിച്ചടി നൽകാൻ നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് ഈ കരസേനാ മേധാവി അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിവിധ അതിർത്തി മേഖലകളിൽ ഏറെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ CRPF ഉദ്യോഗസ്ഥൻ ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. പൂഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ നേരത്തെ 43 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇപ്പോൾ ഒരു സൈനികന് വീരമൃത്യു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതേസമയം അതിർത്തികളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.